ചെയ്യരുത്, തുടങ്ങിക്കോളൂ, ഞങ്ങൾ റെഡിയാണ്. പക്ഷേ അല്ല അങ്ങനെ നമ്മുടെ പരിപാടി ഇതാണ്. ഈ ഒരു സാധനം വെളിയിൽ പോകണം. അത് പോകുമ്പോ സ്ട്രോങ് ആയിട്ട് പോകണം. അവര് പെർഫോം ചെയ്യാൻ സമ്മതിച്ചില്ല, അതിന്റെ കാരണം ഇതാണെന്നുള്ള സാധനം സ്ട്രോങ് ആയിട്ട് പോകണം. അതല്ല ലെറ്റ്സ് വെയിറ്റ് ഫോർ എ വൈൽ ആൻഡ് സീ ബിഗ് ബോസിന് ചിലപ്പോൾ അവരെ പെർഫോം ചെയ്യിക്കാൻ ഒരു അവസരം കൊടുക്കൂ എന്നാണ് ബിഗ് ബോസിന്റെ അഭിപ്രായം. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം വെയിറ്റ് ആക്ടിവിറ്റി വിളിക്കും. ആക്ടിവിറ്റിയിലോട്ട് വിളിക്കുന്ന വൈകും. വൈകിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്നു വിട്ടിട്ടാണെങ്കിൽ പരിപാടി ചാലുവാകാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞങ്ങൾ പറയണെങ്കിൽ തുറന്നിട്ട് ഞങ്ങൾ പൂട്ടിയത് നമ്മൾ പറഞ്ഞിട്ടാണ്, നമ്മൾ പറയാൻ തുറക്കൂല. അതെന്ത് പവർ? പിന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു മാട്ടയ്ക്കൊന്നും പോയി പറയല്ലേ. തൊട്ടേനും പിടിച്ചതിനൊക്കെ കുഴപ്പമില്ല. അതിന്റെ മേളിൽ പോകേണ്ട അവരുടെ സിബിൻ ബ്രോ പറഞ്ഞായിരുന്നു അന്ന്, നമുക്ക് നോക്കടാ കയ്യിൽ പോയാൽ പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സിബ്രോന്റെ നിൽക്കാൻ തീരുമാനിച്ചു. ഐ ട്രസ്റ്റഡ് എന്റെ കളിപ്പാട്ടം ഇവ എനിക്ക് രാവിലെ വന്നിട്ട് പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞ പൂട്ടിയിട്ട് കളിപ്പാട്ടം നമ്മക്കില്ലേ അങ്ങനല്ലേ. ജാസ്മിൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അവരുടെ ഡോർ ലോക്ക് ചെയ്യണേ? ജാസ്മിനും ഗബ്രിയും പറഞ്ഞാണ് ശരി. ചേച്ചി അത് ശരിയാന്നല്ല പറഞ്ഞത്. അവര് രണ്ട് രീതിയിലും പറഞ്ഞേ പറഞ്ഞുള്ളൂ. രണ്ട് ആസ്പെക്റ്റിലും അവര് പറഞ്ഞേ പറഞ്ഞുള്ളൂ. അതിലും അവര് പറഞ്ഞു, മറ്റേതും അവര് പറഞ്ഞു. സിഗരറ്റ് കുറ്റിണ്ടാക്കണേ. ആ ടിഷ്യൂ പേപ്പർ. ഈ ലുക്കിലൊക്കെ അടി ഉണ്ടാക്കുന്നത് മുമ്പേ പറഞ്ഞ പ്രമോയിലൊക്കെ ഇങ്ങനെ പോവാൻ പുതിയ വയൽക്കാരോ ജാൻമണി ചേച്ചിയുടെ ഹെയർ ചുരുണ്ട മുടിയാ. ജാൻമണി ചേച്ചിയുടെ ഫ്രണ്ടിലാണ് കൂടുതലും ചുരുണ്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് ഹെയർ അല്ല ജാൻമണി ചേച്ചി. ഇതൊരു വെറൈറ്റി അത്രയും കേൾഡ് അല്ല. സീരിയസ്ലി ഇത് രസമുണ്ട്. അല്ലെങ്കിൽ ഇതിൽ അർജുൻ കയറി, മറ്റേ അർജുൻ കയറി വരും, ഇതിൽ അർജുൻ ഇല്ല. ഇതില് ശരിക്കും ജാൻമണി ഉണ്ട്. കേട്ടി വെച്ചാലോ അത്ര ഭാഗത്ത് വൃത്തിയാണ്. അയച്ചിട്ടാ ഇങ്ങനെ അർജുന നീ പ്രൊമോയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഭാഗ്യത്തിന് പാറ്റ് നാളെ നാട്ടുകാര് പുതിയ വയൽക്കാടുണ്ട്, വളരെ ഹൈറ്റുള്ള ഒരു അർജുനെ പോലെ ഒരുത്തി വന്നിട്ടുണ്ട്. വാറടി പൊക്കൊണ്ടൊരു പെണ്ണിന് കിട്ടാൻ ഈ കേമസോം അർജുന് ഭാഗ്യത്തിന് നീ പാന്റെ കൂടെ വരുന്നെങ്കിൽ ചേച്ചി വിഷമിച്ചിരിക്കല്ലേ പ്ലീസ്. എനിക്ക് നല്ല സങ്കടമാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ആഴ്ച പവർ കയറണം അത്രയ്ക്ക് ആഗ്രഹമാണോ? ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും മത്സരിച്ചിരിക്കും. അല്ല എനിക്കുള്ളത് മാത്രമാണിത്. നിങ്ങൾ എന്തായാലും മത്സരിക്കും ഇൻഷാല്ലാ. അല്ലാതെ മത്സരിക്കും. എനിക്ക് കോൺഫിഡന്റ് ആണ്, കാരണം ബിഗ് ബോസിന്റെ ടാസ്ക് ഇത്. ഇതിൽ ആദ്യം ടണലിനെ വിളിക്കും ഇവര് ആക്ടിവിറ്റി റൂമില്. നമുക്കിവിടെ കാണാനും പറ്റത്തില്ല. അല്ല അവര് കയറി കഴിയുമ്പോൾ നമ്മൾ ഇറക്കും, നമുക്ക് ഇവിടെ നിന്ന് കാണാം. അത്രേ ഉള്ളൂ. നിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, അത് അത്രേ ഉള്ളൂ. ടണൽ കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മളെ അവരെ വിളിക്കും. ഇത് വേറെ ഒന്നുമില്ല. അവിടെ അവരെല്ലാരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലായതാണ് കേട്ടാ. ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്. ഇവൾ അവിടെ റെഡി ആയിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഇവന്മാര് കണ്ടിട്ടില്ല. അവരവിടെ മേക്ക് ഓവർ ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ. ഇവൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു, ഇവിടെ അതാണ് പറയുന്നത്. ഇവിടുത്തെ ഡിസ്കഷനിൽ നീ വന്നു എന്നാണ് അവര് പറയുന്നത്. ഞാൻ അപ്സരച്ചിക്കെതിരെ അല്ല പറഞ്ഞത്. നീ എനിക്കെതിരെ പറയണ എന്തിനാ? ഇതെന്തരാണിത് പറയുന്നതല്ല കേൾക്കുന്നത്. കേൾക്കുന്നതല്ല പറയുന്നത്. നമ്മൾ പറയണ നീ കേൾക്കണ പോലും ഇല്ല ജാസ്മിൻ. ഗൈസ് പ്ലീസ്. എവിടെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ഉള്ളതാ. ഞങ്ങൾ കൊള്ളാക്കല്ലേ. ഇതാണ് അവർക്ക് വേണ്ടത്. ഇതാണ് അവർക്ക് വേണ്ടത്. അതെ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് വിഷമായോ? എനിക്ക് വിഷമമായി. കാരണം ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നല്ലേ. അത് കുഴപ്പമില്ല. എനിക്ക് ജാസ്മിനാക്കിയോ അറിയില്ല. ഞാൻ പറയാം, ഇനി മുമ്പുള്ള ശിക്ഷ പറയാം. എന്തെങ്കിലും കാണിച്ച ശിക്ഷ ഉറങ്ങിന്ന് വെച്ചോ, മുറിയിൽ കയറ്റിട്ട് അവര് പറയും പവർ റൂമിൽ അദ്ദേഹത്തെ ഈ റൂം ലോക്ക് ചെയ്തിടുക, രാവിലെ ടു ഉച്ച വരെ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ജാമ്യം നടന്ന് അൻസിബോ ചെയ്തു, നമുക്ക് പ്ലാൻ ചെയ്ത് മുറി കയറ്റി ലോക്ക് ചെയ്തിടുക. അതാണ് ക്രൂരതയാവും എന്നുള്ളത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്.
പക്ഷെ അവർക്ക് ക്രൂരതയ്ക്ക് കുഴപ്പമില്ല. കേക്ക് അതിനാണ് ഈ ലോക്ക് സിസ്റ്റം എന്ന സംഭവം. ഇവർക്ക് തോന്നിയ ഐഡിയ അല്ല, പുറത്തുനിന്ന് വന്നാൽ പറഞ്ഞു കൊടുത്ത ഐഡിയ. പുറത്തേക്ക് കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായി. എന്നിട്ട് ബ്ലൈൻഡ് സീഡിപ്പിക്കാം. അതിനാണ് ഈ ബ്ലൈൻഡ് സീ സാധനമൊക്കെ വന്നേക്കുന്നത്. റൂമിന്റെ അതാണല്ലേ അവര് ഇടയ്ക്കിടയ്ക്ക് AC ഓഫ് ആക്കി. നിങ്ങൾ ശ്രദ്ധിച്ചാ? അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച ഇടയ്ക്കിടയ്ക്ക് ഡോർ ലോക്ക് ആകണു. നമ്മൾ പറയാറില്ലേ എന്ത് നമുക്ക് ലോക്കാക്കണ എന്ത് രാത്രി? നമുക്ക് മനസ്സിലാവണല്ലോ എന്ത് നമ്മളെന്ത് പിള്ളേർ നമ്മ പറയുമ്പോ തുറന്നു വിടണില്ലേ? കാണിച്ചു തരാണ്. ഇങ്ങനെ ഒരു പവർ ഉണ്ട്. ഇങ്ങനെ AC ഇങ്ങനെ മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരാണ്. AC-യുടെ പവർ. ഇടയ്ക്ക് AC ഓഫ് ആക്കണ ഓഫ് ആക്കാറില്ലേ? മറ്റടുത്ത് AC എന്തിനാ ഓഫ് ആക്കിയ? യൂസ് നമ്മള് പക്ഷെ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ വരേണ്ടി വന്നു. അത്രേ ഉള്ളൂ അല്ലേ? അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത് സമ്മതിച്ചല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ബോണസ് എന്താണെന്നറിയോ? ആഡഡ് ബോണസ്. നാട്ടുകാർക്ക് കൊടുക്കാൻ പോണ ആഡഡ് ബോണസ്. ഗബ്രീനെയും ജാസ്മിനെയും 2 ടീമിൽ നമ്മൾ ആക്കിയിട്ടും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടും അത് എടുത്തോളൂടി. അത് എടുത്തോളൂ. ഈ നാട്ടുകാരോടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങള് ഗബ്രിക്കും ഒരു മിനിറ്റ്, ഇത് ഞാൻ പറയാം. അതായത് റൂം നമ്മൾ പൂട്ടാൻ ഉള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഒരു പവർ റൂമിന്റെ അധികാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അളക്കണമായിരുന്നു. അതൊരു കാര്യമാണ്. പിന്നെ അതും അല്ലാതെ ജാസ്മിൻ റൂമിലുള്ള ഒരു ആളാണ്. അപ്പോ അദ്ദേഹം എന്താ നമ്മൾ 2 പേര് 2 സെപ്പറേറ്റ് റൂമിലിട്ട് അവരുടെ കഴിവ് തെളിയിക്കാനും വ്യക്തിപരമായിട്ടുള്ള പോയിന്റുകൾ ഗെയിൻ ചെയ്യാനും ടീം വർക്ക് ചെയ്യാനും വേണ്ടി നമ്മൾ ഇട്ടുകൊടുത്തു. കാരണം ജനങ്ങൾക്കും അതാണ് വേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇത് ഈ ഡെൻ ടീമിലേക്ക് പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യലും അവരുടെ ടീമിലൊക്കെ അപ്പൊ അവളുടെ ടീമിനെ അവളെ ഹെൽപ്പ് ചെയ്യാതായി. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 പേരും അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകണം. കുഴപ്പമില്ല. പോയിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ ക്യാപ്റ്റനോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു.